ഞാനതൊരു പ്ലേറ്റിലോട്ട് ആമ്പായേ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചോറാണേ. ഒരു കറിയും വേണ്ടതിന്. ഹലോ, വെൽക്കം ടു അജി കിച്ചൺ. ഇന്ന് ഞാനൊരു ചോറ് വെക്കാനാണ് പോകുന്നത്. അത് കറി ചോറ്. ഒരു കറിയും വേണ്ട. നമുക്കിപ്പം ഗ്യാസൊന്നും ഇല്ലാത്ത സമയമല്ലേ, ഗ്യാസ് കിട്ടാൻ ഭയങ്കര പാടല്ലേ. അതുകൊണ്ട് ഒരു കറിയൊന്നും മറ്റേ കറികളൊക്കെ ഉണ്ടാക്കണം. ചോറ് വേണം, കറികൾ വേണം. അന്നേരം ഒറ്റ ഒരു ഊണ്, കറികളൊന്നും വേണ്ടാത്ത കറിച്ചോറ് ഉണ്ടാക്കാൻ പോവുകയാണേ. അതിന് വേണ്ടിയിട്ട് ഈ ഗ്ലാസ്സിന് 2.5 ഗ്ലാസ് ബാസ്മതി റൈസ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 300 ഗ്രാം ഗ്രീൻ പീസ്, ഇത് ഫ്രോസൺ ആണേ, എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിത് അരി കഴുകിക്കൊണ്ടിട്ട്, ഇത് പ്രഷർ ചെയ്യുന്നതല്ല, വെറുതെ വേവിച്ചെടുക്കും. ഞാൻ അരി കഴുകി എടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ഇതിന് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഒരു ശക്കല എണ്ണ ഒഴിച്ചു കൊടുക്കാം, 1 ടീസ്പൂൺ. ഇത് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം. സ്റ്റൗ ഓണാക്കാം. ഇതൊന്ന് അടച്ചു കൊടുക്കാം. റബ്ബറൊന്നും ഇടുന്നില്ല, വെറുതെ വേവിച്ചെടുക്കാനാണേ, വാർത്തെടുക്കാനാണ്. വേവട്ടെ. ഇനി ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിനൊരു മസാല ഉണ്ടാക്കിയെടുക്കാം. മസാല തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു പിരിയമുളക്, പിന്നെ ഒരു 10-12 കുരുമുളക്, പിന്നെ 2 ഗ്രാമ്പു, പിന്നെ ഒരു 10 അല്ലി ചെറിയ അല്ലി, കുഞ്ഞല്ലിയേ വെളുത്തുള്ളി. വലിയ അല്ലിയാണെങ്കിൽ ഒരു 4 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുത്താൽ മതി. അതും ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിനകത്ത് 1 ടീസ്പൂൺ പെരുംജീരകം, പിന്നെ ഇതുപോലെ ഒരു കഷ്ണം ഇഞ്ചി 2ആയിട്ട് കഷ്ണിച്ചിട്ടതേ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 6 പച്ചമുളക്, എരിയുള്ള പച്ചമുളകാണ്, 6 പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിനകത്ത് 1 ടീസ്പൂൺ മല്ലി. ഇനി ഇതിനകത്ത് ഒരു 1-1.5 പിടി, അത് യഥാർത്ഥത്തിൽ അത് വലിയൊരു തേങ്ങയുടെ മുറിയുടെ 1 മുറി തേങ്ങയുടെ പാതി ഭാഗം ചിരിയെടുത്തതാണ്, അത് ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മുടെ കൈക്ക് 1.5 പിടി തേങ്ങ. ഇനി ഇതിനകത്ത് ഇതുപോലെ ഒരു 2 മൂട് മല്ലി. പിന്നെ ഇതിനകത്ത് ഇത്രയും പോകുന്ന പുതിനയില. ഇതെല്ലാം കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ, കുറച്ച് വെള്ളം മതി, ഒന്ന് അരച്ചെടുക്കാം. നല്ലതുപോലെ അരച്ചെടുക്കാം. നമ്മുടെ തേങ്ങയും പുതിനയും എല്ലാം നല്ലതുപോലെ അരച്ചിട്ടുണ്ട്. എല്ലാം നല്ലതുപോലെ. ഇനി ഇവിടെ ഇരിക്കട്ടെ, നമുക്ക് അരി നോക്കാം. അരി നോക്കാം. അരി തിളച്ചിട്ടുണ്ട്, വെന്തിട്ടില്ല, കുറച്ചും കൂടെ വേണേ. അരി വേവട്ടെ. ഓക്കെ, നമ്മുടെ അരി വെന്ത് കഴിഞ്ഞേ. ഒരു 80-85% വെന്തിട്ടുണ്ടേ. ഞാൻ ഗ്യാസിൻ്റെ ഫ്ലെയിം കുറച്ചിട്ടേക്കുമായിരുന്നു, ഗ്യാസ് ഓഫാക്കി. ഇനി ഇതൊന്ന് വാർത്തെടുക്കേ. ഞാൻ ഒരു കടായി എടുത്ത് വെച്ചിട്ടുണ്ടേ, ഗ്യാസ് ഓണാക്കാം. പാത്രം ചൂടാവട്ടെ. ഈ ചൂടായ പാത്രത്തിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 2-3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ. ഓക്കെ, അജി കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദിയുണ്ട്. അപ്പോൾ ഈ ചൂടായ എണ്ണയിലോട്ട് ഒരു വലിയ സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് വഴന്ന് വരട്ടെ. വഴന്ന സവാളയിൽ ഒന്ന് ചെറുതായിട്ട് ഒരു 10-40 സെക്കൻഡ് ഇട്ടൊന്ന് വഴറ്റിയാൽ മതി. ഇതിനകത്ത് ഒരു വലിയ തക്കാളി അതരിഞ്ഞത് ഇട്ട് കൊടുക്കാം.
ഈ തക്കാളി ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടേ. ഇതൊന്ന് നമുക്ക് കവർ ചെയ്ത് കൊടുക്കേ. ഇങ്ങനെ കിടക്കട്ടെ. ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് നമ്മുടെ തക്കാളിയും സവോളയും ഒക്കെ ഇത്രയും വഴന്നാൽ മതി. ഇനി ഇതിനകത്ത് നമ്മളിപ്പോൾ എടുത്ത് വെച്ചേക്കുന്ന ഗ്രീൻ പീസ് ഇല്ലേ, അത് ഇട്ട് കൊടുക്കാം. ഈ ഗ്രീൻ പീസിനൊരു പച്ച ചവയില്ലേ, അതിൻ്റെ അതൊന്ന് മാറട്ടെ. ഇത് വലിയ വേവില്ലാത്ത ഫ്രോസണല്ലേ, ഇങ്ങനെ കിടക്കട്ടെ. ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ കിടക്കട്ടെ. തീ മീഡിയത്തിൽ ഇട്ട് കൊടുത്തേക്കേ. ഓക്കെ, നമ്മുടെ ഗ്രീൻ പീസിൽ 2 മിനിറ്റ് ആയതേ ഉള്ളേ. ആ പച്ച മണമൊക്കെ ഒന്ന് മാറി. ഇനി ഞാൻ കവർ ചെയ്തിട്ടില്ലായിരുന്നു പീസ് ഇട്ട് കൊടുത്തതിന് ശേഷം. ഇനി ഇതിനകത്തോട്ട് ഒരു നുള്ള് 1/4 ടീസ്പൂൺ ഇല്ല വറുത്ത് പൊടിച്ച ഉലുവാപ്പൊടി അതിട്ട് കൊടുത്ത് ഞാൻ ഇതിന് ഉപ്പിട്ട് കൊടുത്തിട്ടില്ല, ചോറ് ഉപ്പിട്ടാണ് വേവിച്ചിട്ടുള്ളത്. നമ്മൾ പീസിനും കൂടെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണേ. മതി, വേണമെങ്കിൽ ഇട്ട് കൊടുക്കാമല്ലോ. ഇനി ഇതിലോട്ട് ഇപ്പം നമ്മൾ അരച്ചുകൊണ്ട് വന്നില്ലേ, തേങ്ങ, പുതിന, ഇതെല്ലാം കൂടെ അരച്ചത് ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കേ. നമുക്ക് ബാക്കി ജാറ് കഴുകി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. നല്ല മണം, ആ തേങ്ങയും പൊതിനയും മല്ലിയിലയുടെയൊക്കെ. ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നല്ല പച്ച മണമൊക്കെ ഒന്ന് മാറിക്കിട്ടൊക്കെ. എന്താ വെക്കൂ, നമ്മുടെ അരപ്പൊക്കെ നല്ല വഴന്നു വന്നിട്ടുണ്ട്. എല്ലാം കുറേശ്ശെ സമയം മതി. 1 മിനിറ്റ് ഇളക്കി കൊടുത്താൽ മതി. ഓക്കെ, ഇനി ഇതിനകത്ത് ഒരു 1/4 ടീസ്പൂണോളം ഇല്ലേ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് ഇനി ഇതിലോട്ട് നമ്മളിപ്പം ജാറ് കഴുകിയ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കേ. തീ ഉള്ളി വെച്ചിട്ടുണ്ട്. എല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കേ. ഇതൊരു മീഡിയത്തിൽ തീ വെച്ചിട്ട് ഒരു 3 മിനിറ്റ് കിടന്ന് വേവട്ടെ. ഫ്രോസൺ അല്ലേ, അധികം വേവൊന്നുമില്ല. ഒരു 3 മിനിറ്റ് കിടന്ന് വേവട്ടെ. നമ്മുടെ കറി നോക്കിയാലോ, ഇപ്പോൾ ഒരു 3 മിനിറ്റോളം ആയിട്ടുണ്ടേ. അതാ മണം. ഓക്കെ, നല്ല ക്രീമി ആയിട്ടുള്ളൊരു പീസ് കറി. ഇനി ഇതിനകത്ത് 1 ടീസ്പൂണോളം പുളി, കിഴിപുളിയില്ലേ, അത് ഒഴിച്ചു കൊടുത്തേ. ഇതിപ്പോൾ പേസ്റ്റാണ്, അല്ലെങ്കിൽ പുളിയുടെ ചെറിയൊരു കഷ്ണം, ഒരു പുളി, ഒരു നെല്ലിക്ക, ചെറിയ നെല്ലിക്കയുടെയൊക്കെ അത്രയും വലിപ്പമുള്ള പുളി എടുത്തിട്ട് വെള്ളത്തിയിട്ട് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുത്താൽ. ഇനി ഇതിനകത്ത് നമുക്ക് ഇതിൻ്റെ ഉപ്പ് നോക്കേ. നല്ല ടേസ്റ്റ് ആയി. കുറച്ച് ഉപ്പിന് കുറവട്ടെ, ശകല ഉപ്പിട്ട് കൊടുക്കുക. മതി, 1/2 ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇട്ട് കൊടുത്ത ഉപ്പും പുളിയും എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തേ.
ഇനി നമുക്കിതിനകത്ത് ഇങ്ങോട്ട് മാറ്റാം. നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചേക്കുന്ന ചോറില്ലേ അതിട്ട് കൊടുക്കേ. ഓക്കെ, ഒന്ന് സിമ്മിലാക്കി. ഓക്കെ, നല്ല കൂറ് കൊടുത്ത് ചോറ്. ഇനി മാറ്റം. നമുക്ക് ആവശ്യമുള്ള ചോറ് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ പുറത്ത് വേണമെങ്കിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇതൊന്നും ചെയ്യുന്നില്ല. ഇതിപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് സിമ്മിലിട്ടേക്കുവാണേ. പിന്നെ ഇത് നമുക്കൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. സിമ്മിൽ കിടക്കുന്ന ഒരു 3 മിനിറ്റ് ഇങ്ങനെ കിടക്കട്ടെ. നോക്കിയാലോ, നോക്കേ. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കേ. ഒരു 3 മിനിറ്റോളം ആയിട്ടുണ്ടേ. സിമ്മിലാണ് കിടക്കുന്നത്. നല്ല മണം. ഞാൻ ഗ്യാസ് ഓഫാക്കിയിട്ടുണ്ട് കേട്ടോ. ഭയങ്കര അടുത്ത് കിടക്കണേ. ചോറൊക്കെ പൊടിയും അതൊക്കെ ചെയ്യണേ. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഊണല്ലേ. ഹെൽത്തി ആയിട്ടുള്ള ചോറാണ്. സൂപ്പർ ടേസ്റ്റ് ചെയ്ത് കഴിക്കാനായിട്ട്. ഇതിന് കറിയേ ഇനി ഒന്നും വേണ്ട, ഒരു കറിയും വേണ്ട. പിന്നെ പപ്പടം ഉണ്ടെങ്കിൽ ഒരു പപ്പടം എടുക്കുക. പിന്നെ പിക്കിള് വേണമെങ്കിൽ പിക്കിളെടുക്കുക. ഇതൊക്കെ മതി. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. പിന്നെ എരിയും ഒക്കെ കൂടുതൽ. എനിക്കിപ്പോൾ നല്ല എരിയുള്ള പച്ചമുളകായിട്ട് കൊടുക്കേ. കാര്യം വേറെ മുളകൊന്നും ഇല്ലല്ലോ. പിന്നെ കുരുമുളക് പൊടി. പിന്നെ എരി വേണ്ടാത്തവർക്ക് അത്രയും പച്ചമുളക് ചേർക്കണ്ട. ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ. ഓക്കെ, നമ്മുടെ ചോറും പീസും എല്ലാം നല്ല മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടേ. ഇത് മണമായത് ഭയങ്കര മണമാണ്. ഇത്രയും മതിയേ. ഇനി ഞാനിതൊരു സർവിങ് പ്ലേറ്റിലോട്ട് മാറ്റേ. ഗ്യാസ് ഓഫാക്കുകയാണ്. ഞാനിതൊരു പ്ലേറ്റിലോട്ട് മാമ്പേ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചോറാണേ. ഒരു കറിയും വേണ്ടതിന്. ഒരു പപ്പടമോ വേണമെങ്കിൽ ഇച്ചിരി പിക്കിളോ തൈരോ. തൈരൊന്നും ഇതിൻ്റെ ആവശ്യമില്ല. ഇതിനും ചെറിയൊരു പുളി, ചെറിയൊരു എരി. നല്ല ടേസ്റ്റ് ആയിട്ട് കഴിക്കാനായിട്ട്. പ്രത്യേകിച്ചും ഗ്യാസിൻ്റെ ഉപയോഗം ഒന്ന് കുറയ്ക്കാം. കറിയും ചോറും ഒക്കെ വെച്ച് വരുമ്പോഴത്തേക്ക് ഗ്യാസ് ഒരുപാട് പോകത്തില്ലേ. കിട്ടാൻ എന്ത് പാടാ. അപ്പോൾ കണ്ടില്ലേ, ഞാൻ ഇങ്ങോട്ട് വെക്കാം. ഓക്കെ, നമ്മൾ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പീസ് ചോറ്, കറിച്ചോറ്. ഒരു കറി എന്ന് വേണ്ട. ഇനി ചോറ് കഴിക്കുക, പപ്പടം എടുക്കുക, പിക്കിളെടുക്കുക, ഇങ്ങനെയൊക്കെയുള്ള ഇത് മാത്രം മതി. അപ്പോൾ ഈസിയുമാണ്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ഹെൽത്തിയുമാണ്, പിള്ളേരും കഴിച്ചോളും.
വലിയവരും കഴിച്ചോളും. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയതിന് ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം. ഓക്കെ, ടേസ്റ്റോട് കൂടിയൊരു പീസ് ചോറ്.